ആ ക്ലിന്റ് ബോയ്, എന്താണ് എന്റെ കല്യാണക്കാരൊക്കെ? 100-ൽ പരം പെമ്പിളരെ കാണുന്ന ബൈ, ഒന്നും നടക്കണില്ലേ? അതെന്താടാ നിനക്ക് ഇഷ്ടാവണ്ട? അല്ല, ഞാൻ പോയി കണ്ട പെമ്പിള്ളേരൊക്കെ എനിക്ക് ഇഷ്ടായി. എന്നെ അവർക്ക് ഇഷ്ടപ്പെടാത്തത്. നിന്നെ കാണാൻ ഭംഗിയും കളറൊക്കെ ഉണ്ടല്ലോടാ. പെമ്പിള്ളേർക്ക് നിന്നെ ഇഷ്ടപ്പെടാണ്ടിരിക്കില്ലല്ലോ. എന്റെ ഭായ്, ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് ഭംഗിയും കളറൊന്നല്ല, റിച്ച് ആവണം. റീച്ചൊക്കെ നിനക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഉണ്ടല്ലോ. എടോ മണ്ടൻ ഭായ്, റീച്ച് അല്ല, റിച്ച് റിച്ച് എന്നുവെച്ചാ പണക്കാരൻ. ഓ, പണക്കാരൻ എന്നാണോ? വള്ളിയുമുള്ളവരെ കളികളെ. വള്ളിയമുള്ള കളികളാ? അതെന്താ? ആ വള്ളി തല മടക്കിയ റീച്ച്, തല നിവർത്തിയ റീച്ച്. ഓ അങ്ങനെ. അല്ല, നീ ഇവിടെ ഇരിക്കണോ? നിന്റെ പാപ്പ അന്വേഷിക്കണ്ടായിരുന്നല്ലോ. എന്തിന്? ആ മോട്ടർ വെള്ളം എടുക്കണില്ല എന്ന് പറഞ്ഞിട്ട്. ആ പണ്ടാരം വീണ്ടും കേടായ? അതെ, നീ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് ചെന്നേക്ക്. ഈ സമയത്ത് ഏത് ഇലക്ട്രീഷ്യൻ കിട്ടാനാ? അവരൊക്കെ പണിക്ക് പോയിണ്ടാവും. ആ ഇലക്ട്രീഷ്യൻ കണ്ണനില്ലേ, അടുത്ത് പണിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ വരും. നീ ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക്. ആ ശരി. അല്ല, എത്ര ദിവസമായി നിന്റെ ദീപം കത്തിക്കൽ വഴിപാട്? 10 ദിവസം. ശരി, നിന്റെ കാര്യങ്ങൾ നടക്കട്ടെ. അല്ലടാ, ഇത് ഏതിക്കണ്? അതെന്റെ വലിയച്ഛന്റെ മോളാ. ആ, എന്തൊരു വഴിപാടിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നേ? ഏതൊരു ജോത്സ്യം പറഞ്ഞു ഇവിടെ 21 ദിവസം തിരി കളിച്ചാലേ അവൾക്ക് ആഗ്രഹിക്കുന്ന പോലത്തെ ഭർത്താവിന് കിട്ടുന്നു. ഇന്ന് ആ പ്രാന്തൻ അവിടെ കിടക്കുന്നുണ്ടല്ലോ. നിന്റെ വെല്ലിച്ചന്റെ മോളെ പ്രേമിച്ച് കെട്ടണേല് നിനക്ക് വല്ല വിരോധം ഉണ്ടാ? എനിക്കെന്താ വല്ല വട്ടുണ്ടാ? അവളെ കല്യാണം വെക്കുന്നത് പേതേ നീ വല്ല റെയിൽ പാളത്തിൽ പോയി തോല വെക്കുന്നല്ലേ. അതെന്തേ? വീട്ടിൽ ഒരു പണി എടുക്കില്ല അവള്. +2 ഒക്കെ എങ്ങനെയോ പാസ്സായി എന്നാ പറയണേ. ഏത് സമയവും ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കല പണി അവൾക്ക്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അംബാനിയുടെ മോനെ കല്യാണം കഴിക്കാനാണ് അവൾക്ക് ആഗ്രഹം. അത് കുഴപ്പമില്ല ഭായി, സ്നേഹം കൊണ്ട് മാറ്റാൻ പറ്റാത്ത ഒന്നുമില്ലെന്നാ എൻ്റെ ഒരു വിശ്വാസം. നിന്റെ വിശ്വാസം കൊണ്ട് നീ ഏറി പറന്ന് നടക്കാനാ സാധ്യത. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഭായി. തനിക്ക് വല്ല എതിർപ്പുണ്ടെന്ന് ആദ്യം പറ. എനിക്കെന്ത് എതിർപ്പ്? അന്നാ ഞാൻ അവളെ സ്നേഹിച്ച് വീഴ്ത്താൻ പോവാ. അവസാനം നീ തലയും കുത്തി ഇടിഞ്ഞൊടിഞ്ഞ് വീഴാണ്ടിരുന്നാ മതി. ഭായി എന്തെങ്കിലും പറഞ്ഞാ? നടക്കട്ടെ നടക്കട്ടെ. അതെ, അവൾക്ക് നിന്നെക്കാട്ട് ഇത്തിരി മൂപ്പ് കൂടല. എന്നുവെച്ചാ? അതെ, നിന്നെക്കാട്ട് 5-6 വയസ്സ് മൂത്തതാണെന്ന് അവള്. ഓ, വയസ്സിലൊക്കെ എന്തിരിക്കുന്നു ഭായി? പ്രണയിച്ച് കല്യാണിക്കണേ പ്രായ ഒരു പ്രശ്നമല്ല. ഓ, നെൽക്കാവടിയും പൂക്കാവടിയും പീലിക്കാവടി ഒക്കെ എടുത്തിട്ട് ആടിയിട്ടാണോ പോണത്? എന്താവോ എന്തോ. ഏയ് അല്ല, തിരികെ തീയണോ? അല്ല, സാമ്പാർ ഉണ്ടാക്കാം. അല്ല, സാമ്പാർ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നല്ലാതെ കുറച്ച് അണ്ണാക്കിലോട്ട് ഇട്ട് തരട്ടെ. ആ, ഒന്ന് പോട ചെറുക്കവിടുന്നു മെനക്കെടുത്തിക്കാം. പോയേ പോയേ തീ പോയേ അണ്ടാക്കിയില്ലേ തീ പോയേ. നിന്റെ കൂട്ടുകാരനല്ലേ അത്? അതെ. ചൊവ്വേന്ന് വന്ന വല്ല അവസ്ഥത്താണോ? ചൊവ്വേന്നാ? അല്ല, എന്താ കാര്യം? എന്താ പിന്നെ പ്രാന്താസ്പത്രിയിൽ നിന്ന് ചാടി പോന്നാവൂലേ? ആ, പ്രാന്താശുപത്രി പോകാൻ സാധ്യതയുണ്ട്. കൂടെ കൂട്ടാനേ ആളെന്നെ ചടക. എന്നാ പിന്നെ ഇതാ കിടക്കണ പട്ടിനെ കൂട്ടിക്കോ, നിനക്ക് ചേരും. വല്ല കാര്യം ഉണ്ടായിരുന്ന അവളെ വായിലിരിക്കുന്ന കേൾക്കാൻ. ഓ, ബായി പറഞ്ഞപ്പോ ഇത്ര ജഗജില്ലാന്ന് ഞാൻ വിചാരിച്ചില്ലേ. ഞാൻ അവളെ വീഴ്ത്തിരിക്കും. ഇതെന്റെ വാശി ബായി. വാശി നിന്റെ നാശത്തിന് ആവാണ്ടിരുന്നാ മതി. എന്റെ കൂട്ടുകാരനായിട്ട് ഇങ്ങനെ നെഗറ്റീവ് അടിക്കാറോ? ഒന്ന് കൂടെ നിക്കറോ? ഞാൻ കൂടെ നിക്കാവേ. എനിക്ക് ചൊവ്വയിലേക്ക് പോകാനുള്ള യോഗം ഉണ്ടാവേ.